ചേട്ടാ ഹാൽ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. നിങ്ങളുടെ ഷൈൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഷൈൻ്റെ പെർഫോമൻസ് സൂപ്പർ, ഡ്രസ് കോഡ് സൂപ്പർ, ഗ്ലോസ് എല്ലാം സൂപ്പർ. ബ്രോ സിനിമ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ലവ് ജിഹാദാണ്. ലവ് ജിഹാദിനെ പറ്റിയാണ് മെയിനായി പറയുന്നത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ലവ് ജിഹാദ് മതത്തിൻ്റെ ഭരണവന്മാരെ നമുക്ക് കേസും കാര്യങ്ങളോട്ട് പോയില്ലെങ്കിൽ വെട്ടിക്കൊല്ലുക എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരാളെ മതം നിങ്ങളെ പേഴ്സണൽ മാത്രം കാര്യമാണ്. അത് മറ്റൊരാളെ തന്നെ അടിച്ചേൽപ്പിക്കാൻ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനാവട്ടെ, അതിന് ആർക്കും അർഹതയില്ല. അത് അവരിതിനെ മെയിനായിട്ട് കാണിക്കാൻ നോക്കുന്നു. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഇതൊന്നും നടക്കൂല. ആ ഒരു രീതിയിലുള്ള പടം കൊണ്ടുവരണം. പക്ഷേ പടം എടുക്കുന്ന രീതിയാവട്ടെ, പാട്ടുകളാവട്ടെ, ഷെയിൻ്റെയും നായികയുടെ പെർഫോമൻസ് വൈസ് എല്ലാം പൊളിയാണ്. തിരക്കഥ ഈ ഒരു ലവ് ജിഹാദ് ആയതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രൊപ്പഗണ്ട സിനിമയാണ്. പ്രൊപ്പഗണ്ട ടൈപ്പ് ആണെങ്കിലും അത്രയ്ക്കൊന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും എല്ലാം കൂടെ ഒരു സംഭവമായി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ മെയിൻ പ്ലോട്ട് ഇതായതുകൊണ്ട് നമുക്ക് മതം കൂടുതൽ കണ്ടോ എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ പടം ഓടാൻ സാധ്യത കുറവാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? നല്ല പടമാണ്. എങ്ങനെയുണ്ട്? പക്ക ഒരു മ്യൂസിക്കൽ ഡ്രാമയാണോ? മ്യൂസിക് നല്ലൊരു ലവ് സ്റ്റോറി നല്ല വർക്ക്ഔട്ട് ആവുന്നുണ്ട്. നല്ല ഇത് എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലാസ്റ്റത്തെ ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ തോന്നി. ഷൈൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയാണ്. ഇതിനകത്ത് ബൾട്ടിയിൽ ഒരു ആക്ഷൻ ചെയ്തിട്ട് ഇതിനകത്ത് റൊമാൻറ്റിക് പയ്യനായി റൊമാൻറ്റിക് ആയിട്ട് കുറച്ചുകൂടെ അടിയൊക്കെ പ്രതീക്ഷിച്ച് വന്നു. കൊള്ളാം, ലവ് സ്റ്റോറിയാ. കൊള്ളാം, സൂപ്പർ ആയിരുന്നു. ഷൈൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പക്ക പെർഫോമൻസ് ആയിരുന്നു. ലവ് ജിഹാദിനെ കൊണ്ട് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഫാമിലിക്ക് എല്ലാവർക്കും വരാൻ പറ്റും. സൂപ്പർ പടമാണ്. ലവേഴ്സിനെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കപ്പിളായിട്ട് വന്ന സൂപ്പർ ആണ്. കപ്പിളായിട്ടാണ് വന്ന് അപ്പുറത്തേക്കുന്നു.